ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നോട്ടീസിൻ്റെ പേപ്പറാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള എന്ത് പേപ്പറോ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നോട്ടീസ് ഉണ്ടായതുകൊണ്ട് അതെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പർ എടുക്കുക. അതിന് ശേഷം അതിനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അതിന് ശേഷം ഇതേപോലെ നമുക്ക് കുറച്ച് പീസുകൾ ആവശ്യമുണ്ട്. ഞാൻ കുറച്ചെണ്ണം നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ചെണ്ണം നമ്മളൊന്ന് മുറിച്ചെടുക്കുക ആദ്യം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ഇറുക്കിളി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ ചുരുട്ടി കഴിയുമ്പോൾ നമുക്കതിങ്ങനെ റോളായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു പേപ്പർ ചുരുട്ടിയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടും ചുരുട്ടിയെടുക്കുക. അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗമ്മാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ എല്ലാ പേപ്പറും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേപ്പറും ഒന്ന് ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ എല്ലാ പേപ്പറും ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചധികം എണ്ണം ഉണ്ട്. അതായത് ഒരു 12 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു 12 എണ്ണം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. മെഷർമെൻ്റ് ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾക്ക് എടുക്കാം, ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പേപ്പർ ട്യൂബ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പേപ്പർ ട്യൂബ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 6 എണ്ണം കുറച്ച് നീളത്തിലും ബാക്കിയുള്ള 6 എണ്ണം കുറച്ച് ചെറുതായിട്ടും മറ്റേതിനേക്കാളും കുറച്ചൊരു ലെങ്ത്ത് കുറച്ചിട്ടും വേണം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് പേപ്പർ ട്യൂബ് അങ്ങനെ വേസ്റ്റ് ആവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ പേപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് കുറച്ച് നീളത്തിലും കുറച്ച് നീളം കുറച്ചിട്ടുമായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് അതേപോലെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ. അപ്പോൾ 4 സൈഡിലും 3 ട്യൂബ് വീതമാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്യൂബുകളൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ പേപ്പർ ട്യൂബ്, ആ ഒരു 4 ബോർഡറിലുള്ള പേപ്പർ ട്യൂബുകളൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പെയിൻറ്റ്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ബ്ലാക്ക് കളർ A4 പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ ഞാൻ ഈ ഒരു നമ്മുടെ ബോർഡറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു മെഷറിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് മടക്കിയിട്ടൊക്കെയാണ് ഞാൻ അതൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പേപ്പർ ആ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് നന്നായിട്ട് ഗമ്മാക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു പേപ്പർ ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റ് ഉപയോഗിക്കാം. കാരണം പെയിൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലുള്ള ആ ഒരു കലയൊക്കെ ഉണ്ടാവും ചിലപ്പം നമുക്ക് ചെയ്ത് കഴിയുമ്പം വാൾ ഡെക്കറിൽ. അപ്പോൾ അത് അത്ര ഫിനിഷിങ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ പേപ്പർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പേപ്പർ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പെയിൻറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ലീവ്സ് ആണ്, ഇലകളാണ് നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ലീഫ്. അപ്പോൾ ഇതേപോലത്തെ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ആ ഒരു കാടിൽ ഇങ്ങനെ നമ്മുടെ വള്ളി പോലെ ഉണ്ടാവില്ലേ, കാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ലീവ്സാണിത്. അപ്പോൾ ഇതെല്ലാ വീട്ടിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലീഫ്.
അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ആടെയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള എന്ത് ലീഫ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ ലീഫ് എടുക്കുക, ഒരു 4-5 എടുത്തോളുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ ആ ഒരു ഉൾഭാഗം ഉണ്ടാവില്ലേ, നമ്മുടെ ആ ഒരു ലീഫിൻ്റെ വെയിൻസൊക്കെ കാണുന്ന ആ ഒരു ഭാഗം, അവിടെ നമ്മൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് യെല്ലോ ആക്രിലിക് പെയിൻ്റ് ആണ്. യെല്ലോ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ യെല്ലോ ഞാൻ എടുത്തത് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് നിന്നോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഉള്ളിലുള്ള കളറ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കാണും. ബ്ലാക്ക് ഒഴികെയുള്ള ഏത് കളറും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ നന്നായിട്ട് കാണും. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ലീഫിൻ്റെ മുകളിൽ ഈ ഒരു പെയിൻ്റ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ലീഫ് ഇതേപോലെ ആ ഒരു ലീഫിൻ്റെ തണ്ടിൽ പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം നിങ്ങൾ ലീഫ് മുറിച്ചെടുക്കുന്ന സമയത്ത് തണ്ടോട് കൂടി തന്നെ എടുക്കുക, തണ്ട് കളയണ്ട. അപ്പോൾ ആകുമ്പോൾ നമുക്കിത് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ ആ ഒരു തണ്ടിൽ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇതേപോലെ വെക്കുക. അതിന് ശേഷം നമ്മുടെ വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ആ ഒരു അടിഭാഗം വെച്ചിട്ടോ ഇതേപോലെ ജസ്റ്റ് ആ ഒരു ലീഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് അതിനൊന്ന് അവിടെ ഉറപ്പിച്ച് നിർത്തുക. എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ള ലീവ്സൊക്കെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാ ലീവ്സും ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടാമത് ചെയ്ത ലീഫ് പെയിൻറ്റ് ആ ഒരു ലീഫിൻ്റെ മുകളിലാക്കുന്നതിന് പകരം പെയിൻറ്റിലേക്ക് ലീഫ് ഇങ്ങനെ മുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അത് ഏതായാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ കാണിക്കാൻ വിട്ടുപോയത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും ഞാൻ സ്പീഡാക്കിയിട്ട് കാണിച്ചപ്പോൾ. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ലീഫൊക്കെ ഞാൻ അങ്ങനെ പറിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇംപ്രഷൻ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വരും. ഇത് തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ലീവ്സും ആദ്യം ആക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് പറിക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും പെയിൻ്റ് ആക്കിയിട്ട് അടുത്ത ഭാഗത്ത് വെക്കുക. അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു 4-5 ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പേപ്പർ ഫുള്ള് ആ ഒരു കാർഡ്ബോർഡ് മൊത്തമായിട്ട് നിറഞ്ഞു പോകരുത്. കുറച്ച് ഭാഗമൊക്കെ സൈഡിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ലീവ്സ് ഇംപ്രഷൻ ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു യെല്ലോ കളർ പെയിൻ്റ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുറച്ച് റെഡും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അന്നേരം ഒരു ഓറഞ്ച് കളറാണ് കിട്ടുക. അപ്പം ഞാൻ ചേർത്ത റെഡ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ എനിക്ക് വീണ്ടും യെല്ലോ ചേർക്കേണ്ടി വന്നു കുറച്ചും കൂടെ. അപ്പം നമുക്കൊരു ഏകദേശം ഒരു ഓറഞ്ച് കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറ് നമ്മുടെ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഓറഞ്ച് കളറൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഓറഞ്ചൊന്നും അല്ല, ഏകദേശം ഒരു ഓറഞ്ച് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ലീഫ് വെച്ചിട്ട് നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു ഓറഞ്ച് കളറ് ഇതേപോലെ റൗണ്ടായിട്ട് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ എടുക്കുന്ന ലീഫ് സാധാരണ ലീഫൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ആയിരിക്കില്ല. ഇതിപ്പോൾ ഞാനൊരു നല്ല ഭംഗിയുള്ള ഒരു 5 ഇതളുള്ള പൂ പോലത്തെ ഒരു ലീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതേപോലത്തെ ലീഫ് കിട്ടിയില്ല, ഒരു സാധാ ലീഫ് പോലത്തെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലീഫ് തന്നെ ആദ്യം ഒന്ന് ഇംപ്രഷൻ ചെയ്യുക. അതിൻ്റെ സൈഡുകളിലായിട്ട് ഒരു 4-5 പ്രാവശ്യം ഇതേപോലെ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അതൊന്ന് ആക്കിയെടുക്കുക. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ ഇതേ ഒരു ലീഫിൻ്റെ മോഡലിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഇതേപോലെ ഓറഞ്ച് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഫ്ലവർ പോലെ കാണാനുള്ള എന്തെങ്കിലും ഒരു ലീഫ് എടുത്താലും മതി. എങ്ങനെയായാലും ഈ ഒരു ലുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്കിനി എല്ലാ ഫ്ലവേഴ്സിൻ്റെ മുകളിലും ഈ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിനൊക്കെ ലീവ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബ്രഷ് കൊണ്ട് ഇതേപോലെ എടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലീഫ് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ടും നല്ല ഭംഗിയാണ്. അപ്പോൾ ലീഫ് വേണമെങ്കിൽ വരക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ഫ്ലവേഴ്സിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലീവ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ലീവ്സിൻ്റെ അപ്പുറം തന്നെ ഞാൻ കുറച്ച് വള്ളി പോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല സൂപ്പറായിട്ട് ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാൾ ഡെക്കറാണിത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഒരു ഇംപ്രഷനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.